നമസ്കാരം. ഹായ് എവരിവൺ. എല്ലാവർക്കും ശിവദൻ ടാരോട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾക്കുള്ള യൂണിവേഴ്സൽ ഗൈഡൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. ഒരു നിമിഷം കണ്ണടച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് ഇൻഹേൽ ആൻഡ് എക്സീൽ ചെയ്യുക. ഹലോ. ഇന്നത്തെ റീഡിങ്ങിൽ ആദ്യം തന്നെ വന്നിട്ടുള്ളത് ഒരു ഏസ് ഓഫ് വൺസിൻ്റെ എനർജിയാണ്. നിങ്ങൾ നിങ്ങളുടെ പാഷനിലേക്കാണ് കണക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ കണക്റ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് റൈറ്റായ കാര്യങ്ങളായിരിക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുക. നിങ്ങൾക്കൊരു പുതിയൊരവസരം വരാൻ പോവുകയാണ്. ഇമോഷൻ കൂടുമ്പോൾ ചിന്തിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് വരുന്നൊരു ന്യൂ ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങളുടെ ഒരു കാര്യവും പെട്ടെന്ന് നടക്കില്ല എന്നാണ് പറയുന്നത്. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കുണ്ടാകും, എന്നാൽ അതിനെ മുമ്പോട്ടേക്ക് കൊണ്ടുപോകാൻ ഒരുപാട് തടസ്സങ്ങളുണ്ടെന്നാണ് പറയുന്നത്. ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും എല്ലാം സഹിച്ചു വേണം നിങ്ങൾ എത്തേണ്ട സ്ഥലത്ത് എത്തിപ്പിടിക്കാൻ. നമ്മുടെ പാഷൻ പെട്ടെന്ന് നടക്കില്ല എന്നാണ് ഇവിടെ കാണുന്നത്. നമുക്ക് തുടരാം എന്നാണ് പറയുന്നത്. എന്തിനും ഒരു പുതിയ തുടക്കമാണ് ഉണ്ടാകാൻ പോകുന്നത്. നിങ്ങൾ ചെയ്യാൻ തീരുമാനിച്ച എന്തോ ഒരു കാര്യത്തിന് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എന്ന് കാണുന്നുണ്ട്. അത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിലിട്ട് കൊണ്ട് നടക്കുകയാണ്. ചെയ്യണമോ വേണ്ടയോ എന്ന് നിങ്ങൾ തീരുമാനിക്കാൻ കഴിയുന്നില്ല എന്ന് കാണുന്നുണ്ട്. നിങ്ങളുമായുള്ള പല വ്യക്തികളുടെ ഇടപെടൽ നിങ്ങളെ ഒരു കൺഫ്യൂഷനിൽ കൊണ്ടെത്തിക്കുന്നു എന്നും കാണുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ കംഫർട്ട് സോൺ വിട്ട് പോയിട്ടില്ല. നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റാതിരുന്ന കാര്യം, അതായത് നിങ്ങൾ നിരപരാധിത്വം തെളിയിക്കാൻ പറ്റാതിരുന്നൊരു കാര്യം, അത് ശരിയായി വരുന്നു എന്ന് കാണുന്നുണ്ട്. പലരും നിങ്ങളെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ചെയ്തിട്ടുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടും അനുഭവിച്ചിട്ടുണ്ടാകും. ആ ഒരു കാര്യം ഹീലാകുന്നു എന്ന് കാണുന്നുണ്ട്. നിങ്ങളുടെ ത്രോട്ട് ചക്ര ആക്റ്റീവ് ആകുന്നു എന്നും കാണുന്നുണ്ട്. അത് 4 ഓഫ് വൺസിൻ്റെ എനർജിയാണ്. അതൊരു സെലിബ്രേഷനെയാണ് കാണിക്കുന്നത്. നിങ്ങൾക്കൊരു സെലിബ്രേഷൻ ഉണ്ടാകുന്നു എന്ന് കാണിക്കുന്നു. ഇപ്പോൾ ഒരു വീട് വെക്കാൻ, ഒരു വീട് കല്യാണം കഴിക്കുന്നതിനൊക്കെ ഒരു സാധ്യതയുള്ള സമയമായിട്ടാണ് കാണുന്നത്. ചില ആളുകൾ നാട്ടിലേക്ക് വരുന്നു എന്ന് കാണുന്നുണ്ട്. ചില ആളുകൾ നാട്ടിൽ ഒത്തുകൂടി ഒരു ആഘോഷത്തിൽ പങ്കെടുക്കുന്നു എന്നും കാണുന്നുണ്ട്. ചില ആളുകൾക്ക് റിയൂണിയനാണ്. സോൾ കണക്ഷനുള്ള ഒരു റിലേഷൻഷിപ്പാണെന്നാണ് കാണിക്കുന്നത്. നിങ്ങളുടെ സോളുമായി ബന്ധപ്പെട്ട ആരെയും ഒരാളെ നിങ്ങൾ ഇന്ന് മീറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ഒരു സോൾ കണക്ഷൻ ഉള്ള ഒരാളാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത്. മറ്റുള്ളവരിൽ നിന്നും കിട്ടാത്ത എന്തോ ഒരു കംഫർട്ട് സോൺ നിങ്ങൾക്ക് ആ പേഴ്സണിൽ നിന്നും കിട്ടിയിട്ടുണ്ട് എന്നാണ് കാണുന്നത്. അവരുമായി പാസ്റ്റ് ലൈഫിൽ എന്തോ ഒരു കണക്ഷൻ നിങ്ങൾക്കുണ്ട് എന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അവരുമായി ഒരു യൂണിയനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരണമെന്നും അവരാഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത എന്തോ ഒരു കാര്യത്തിൽ നിങ്ങൾ വല്ലാതെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് കാണുന്നുണ്ട്. നിങ്ങൾ അനാവശ്യമായ പ്രശ്നങ്ങളിൽ ഒന്നും ചെന്ന് ചാടരുത്. നിങ്ങളൊരു കോമ്പറ്റീഷനിലൂടെ കടന്നു പോകുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾ ടെൻഷനായി ഇരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കും. മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധം നിങ്ങളെ തടഞ്ഞു നിർത്തുകയാണ്. ചില കാര്യങ്ങളിൽ നിങ്ങൾ തോറ്റുപോയി എന്ന് കാണുന്നുണ്ട്. പെട്ടെന്ന് ഒന്നിനും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. എന്നാൽ നിങ്ങൾ പരിശ്രമിച്ചാൽ നിങ്ങൾക്ക് ജയം തന്നെയാണ് ഉണ്ടാകുക. ഒരു ചാലഞ്ചിങ് ഫേസ് കടന്നു പോവുകയാണ്. പ്രതിബന്ധങ്ങൾ ഒരുപാട് നിങ്ങളുടെ മുന്നിലുണ്ട്. ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി ഒരുപാട് പ്രതിബന്ധങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നു എന്നാണ് കാണിക്കുന്നത്. നിങ്ങളുടെ കൺട്രോൾ പോകുന്നതായും കാണുന്നുണ്ട്. ശരിക്കും നിങ്ങൾ സ്ട്രഗിളിംഗ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്ത എന്തോ ഒരു കാര്യം വിട്ടുകളഞ്ഞു എന്ന് കാണുന്നുണ്ട്. നിങ്ങളെല്ലാവരും തോൽപ്പിച്ചു കളഞ്ഞു എന്നുള്ള ചിന്തയെ നിങ്ങൾ ഒറ്റപ്പെട്ടു എന്ന തോന്നലാണ് നിങ്ങൾക്കുള്ളത്. നിങ്ങൾക്കാരുമില്ല, ഇനി മുന്നോട്ടൊന്നുമില്ല എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചില റിലേഷൻഷിപ്പിൽപ്പെട്ട ചതി പോലെ പറ്റിയ ആൾക്കാർക്ക് അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പുറത്തു വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. മറ്റു ചിലർക്ക്, അതായത് റിലേഷൻഷിപ്പിൽപ്പെട്ട് ചതി പറ്റിയവർക്ക് അതിൽ നിന്ന് എങ്ങനെ മുന്നോട്ട് പോകാമെന്നുള്ള വഴി കണ്ടുപിടിച്ച് പുറത്തേക്ക് പോകുന്നതായും കാണുന്നുണ്ട്. ശരിക്കും ഒരു കോമ്പറ്റീഷൻ തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു മത്സരബുദ്ധിയോടെയാണ് നിങ്ങൾ എല്ലാവരും കാണുന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പുതിയ ഒരു കാര്യം വരുമ്പോൾ വേണമോ വേണ്ടയോ എന്ന് നിങ്ങൾ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരേ സമയം മൾട്ടിപ്പിൾ കാര്യങ്ങൾ ചെയ്യുകയാണ്. നിങ്ങൾ ചില കാര്യങ്ങളിൽ ഡിസിഷൻ എടുക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ എന്ത് കാര്യമാണോ അറിയണമെന്ന് വിചാരിച്ച് അതിന് പൂർണ്ണമായൊരു ക്ലാരിറ്റി കിട്ടുന്നുണ്ട് എന്നും കാണുന്നുണ്ട്. റിലേഷൻഷിപ്പിൽപ്പെട്ട് അകന്നു നിൽക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുമോ, വന്നാലും നിങ്ങളുമായി മുന്നോട്ട് പോകുമോ,
അവർ നിങ്ങളുമായി ഈഗോ ഉള്ളൊരു വ്യക്തിയായിരിക്കും. അവ എങ്ങനെ പെരുമാറും എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ച് വിഷമിച്ചിരിക്കുകയാണ്. നിങ്ങളൊരു പുതിയ തുടക്കം വേണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഒന്നിലേക്കും ശ്രദ്ധിക്കുന്നില്ല. നിങ്ങളുടെ ഊർജ്ജവും പ്രസരിപ്പും എല്ലാം നഷ്ടപ്പെട്ടു പോയെന്നാണ് കാണുന്നത്. കൂടെയുള്ളവർ എല്ലാവരും വേണമെന്ന് നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഒറ്റയ്ക്കായി എന്നുള്ള വിഷമമാണ് നിങ്ങൾക്കുള്ളത്. ദിക്കറിയാതെ ഇരിക്കുന്നു. അതായത് നിങ്ങൾ മറ്റുള്ളവരുമായി ഓവർ ഡിപ്പെൻഡ് ആയിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്. റിലേഷൻഷിപ്പിൽപ്പെട്ട ആൾക്കാർക്കാണെങ്കിൽ നിങ്ങളെ അപേക്ഷിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ, അത് റിലേഷൻ ആയിക്കോട്ടെ, ഫാമിലി ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, അവരുടെ ഗ്രോത്തിന്, അവരുടെ പണത്തിന്, അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയാണോ വേണ്ടത് അതിനൊക്കെ വാല്യൂ കൊടുത്ത് നിങ്ങളെ വലിച്ചെറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവർക്ക് നാശങ്ങൾ മാത്രമേ ഉള്ളൂ. എന്ത് തൊട്ടാലും അവർക്ക് നാശങ്ങൾ മാത്രമേ വരുന്നുള്ളൂ എന്ന് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചറിയുന്നുണ്ട്. നിങ്ങളുടെ റിലേഷന് വേണ്ടി അവർ വർക്ക് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനും തീരുമാനിച്ചു. ഈ പ്രശ്നങ്ങളും വിഷമങ്ങളും എല്ലാം കടന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട സ്റ്റെബിലിറ്റി തിരിച്ചു വരുന്നു എന്ന് കാണുന്നുണ്ട്. നിങ്ങൾക്കൊരു ധൈര്യം വരുന്നു. എല്ലാ കാര്യത്തിനു വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്നും കാണുന്നുണ്ട്. എല്ലാ പ്രതിസന്ധികളെയും വിഷമഘട്ടങ്ങളെയും തരണം ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് കാണുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് വളരെ സന്തോഷമാണ്. നിങ്ങളൊരു ഫുൾഫിൽമെൻറ്റിലേക്ക് വരുന്നതായും കാണുന്നുണ്ട്. നിങ്ങളുടെ മനസ്സ് കാമാക്കി വെക്കാൻ നിങ്ങൾക്ക് കഴിയും. അതേപോലെ നിങ്ങൾക്ക് എല്ലാവരെയും സ്നേഹിക്കാനും പറ്റും. നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും നിങ്ങൾ വളരെ സന്തോഷത്തോടെയാണ് നോക്കിക്കാണുന്നത്. നിങ്ങൾ വെറുതെ ഇരുന്നപ്പോൾ നിങ്ങളെ എല്ലാവരും ബഹുമാനിക്കും എന്നും കാണുന്നുണ്ട്. നിങ്ങൾ ഫുള്ളി പാഷൻ്റെ അവസാനം എത്തും എന്നും കാണുന്നുണ്ട്. നിങ്ങൾ അവിചാരിതമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഇത് നിങ്ങൾക്കുള്ള വീഡിയോ ആയിരിക്കാം. ഇതൊരു ടൈംലെസ് വീഡിയോ ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പോൾ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതായിരിക്കും. നിങ്ങളുടെ എനർജിയുമായി ഒത്തുപോകുന്നുണ്ടെങ്കിൽ മാത്രം എടുക്കുക, അല്ലാത്തവർ വിട്ടേക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടിക്കരുത്. അതേപോലെ യൂണിവേഴ്സിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയാനും മറക്കരുത്. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു.